എല്ലാവർക്കും നിലാവ് നക്ഷത്രം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വളർത്തി ജീവിക്കുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ഈ മഴക്കാലം. പശുവിനെ ആടിനെയൊക്കെ വളർത്തുന്നവർക്കാണെങ്കിൽ തീറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റാം, നമ്മൾക്കും ഇറങ്ങാൻ പറ്റത്തില്ല, അവരെ പുറത്തിറക്കി തീറ്റിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. ഈ കോഴി വളർത്തലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കോഴി കുഞ്ഞുങ്ങളെയൊക്കെ ഇറക്കി വിട്ടാൽ കോഴികൾ ഈ മഴ ഒട്ടും താങ്ങത്തില്ല. പുറത്തോട്ടിറക്കി വിട്ടാൽ മഴ പെയ്താൽ ഓടിക്കൂണ്ടകത്ത് കയറും. അതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ ആണെങ്കിൽ മഴ സമയത്ത് തുറന്നു വിട്ടാൽ അതിന് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ നേരിടേണ്ടി വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളെ പറ്റിയും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വീഡിയോ കണ്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, ഞാൻ വീഡിയോയിലെല്ലാം തുറക്കുമ്പോൾ ഫുള്ള് കാണുന്നത് കോഴികളൊക്കെ ഇവിടെ ഓടി നടക്കുന്നത് കാണാം. ഇപ്പോൾ ഒരൊറ്റ ഒരെണ്ണം പുറത്തില്ല, നമ്മുടെ ഡോറെല്ലാം ലോക്കാണ്, എല്ലാത്തിനും അടിച്ചിട്ടേക്കാണ്, കുഞ്ഞുങ്ങളെയും വലിയവരെ എല്ലാം അടിച്ചിട്ടേക്കാണ്. കാരണം എന്തെങ്കിലും അസുഖം വന്നു പോയാൽ നമ്മുടെ കൈ നിൽക്കത്തില്ല. പിന്നെ ഈ പുറത്ത് നടക്കുന്ന മൊത്തം താറാവുകളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞല്ലോ, അവർക്കിതൊരു പ്രശ്നമേ അല്ല, അവർ അങ്ങ് നടന്നോളും, അവരൊക്കെ അങ്ങ് പറമ്പിൽ കൂടെ അങ്ങ് അഴിച്ചു വിട്ടേക്കാണ്. അപ്പോൾ കോഴികളെ ഫുള്ള് ഞാൻ അടച്ചു വെച്ചേക്കുവാണ്. മഴയായതുകൊണ്ട് ഇവിടെ കാര്യമൊക്കെ വളരെ കഷ്ടത്തിലാണ്. അല്ലെങ്കിൽ വെയിലും വെട്ടവും കൊണ്ട് വെയിലിൽ ചിറകൊക്കെ വിരിച്ച് കിടക്കുകയും വെള്ളമൊക്കെ ആവശ്യത്തിന് പുറത്ത് പോയി കുടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റേഷനുണ്ട്. അല്ല, ഇപ്പോൾ ഇതിനകത്ത് വെള്ളമില്ല, കാരണം രാവിലെ ഒഴിച്ചു കൊടുത്ത് മൊത്തം തീർത്തു. ഇപ്പോൾ ഉടനെ ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം ഈ സമയത്ത് നമ്മൾ വെള്ളം കൂടുതൽ കൊടുത്താൽ ഇവരങ്ങ് മൊത്തം കുടഞ്ഞ് കൂടിൻ്റെ അകത്ത് ആക്കിയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ മൊത്തം അറക്കപ്പൊടി ഇട്ടേക്കുന്ന ഫുള്ള് നനഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകും കോഴിക്ക്. അതുകൊണ്ട് അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്താണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതുപോലെ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഡ്രൈ ഫുഡ് മാത്രമേ കൊടുക്കാറുള്ളൂ. ഇപ്പം നമ്മളിപ്പം ഗ്രോവറാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ SKMൻ്റെ ഗ്രോവർ മാത്രമേ കൊടുക്കാറുള്ളൂ. അത് മാത്രമല്ല, പാത്രമൊക്കെ നല്ല നീറ്റാക്കിയിട്ട് വെള്ളമയം ഇല്ലാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇപ്പം നോക്കിക്കൊണ്ട് വരുന്നത്. പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലിറ്റർ മാനേജ്മെൻ്റ് ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ചിലർ അറക്കപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്, ചിലർ മരത്തിൻ്റെ ചീവലിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ പല രീതിയിലാണ് ആൾക്കാർ അത് കൂട് മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന്, ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് കൂട് ലാഗമൊക്കെ നിറഞ്ഞ് തൂളി അടിച്ചായാലും അതല്ല ഇവരുടെ ലിറ്ററിൻ്റെ കൂട് അടച്ചിട്ടേക്കുമല്ലേ, അപ്പോൾ അതിൻ്റെ കൂടുതലുണ്ടാകും, പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ട് നമ്മൾ ഡീപ്പ് ലിറ്റർ സിസ്റ്റമാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ അറക്കപ്പൊടി ആയാലും എന്താ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും ഒരു 15 സെൻറ്റിമീറ്റർ കനത്തിലെങ്കിലും അതിട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് ഇപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ 3 മാസം അല്ല 6 മാസം കണക്ക്. ഇപ്പോൾ അങ്ങനെ നോക്കുകയും ചെയ്യില്ല. മഴക്കാലമാണ്, തണുപ്പ് കൂടുതലാകുമ്പോഴത്തേനും ഈ അറക്കപ്പൊടി ഈ സംഭവം എല്ലാം പെട്ടെന്ന് അതിൽ ഫംഗസും ബാക്ടീരിയകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും വരാതെ നമ്മൾ ഇതുപോലെ നല്ല കട്ടിക്കിട്ട് കൊടുക്കുക. അതുപോലെ വെള്ളമയം ഒട്ടും വരാതെ നോക്കുക. ഫുഡ് മാക്സിമം ഡ്രൈ ഫുഡ് തന്നെ കൊടുക്കുക. വെള്ളമയം അല്ലാത്തതൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ അല്ലാതെ നമ്മൾ ചക്കയൊക്കെ, പച്ച ചക്കയൊക്കെ അരിഞ്ഞ് കൊടുക്കാറുണ്ട്. അങ്ങനെ പല ഫുഡുകളും പലരും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇലകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കെട്ടിത്തൂക്കിയിട്ട് കൊടുക്കുക. കാരണം വെള്ളമയം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പട പ്രശ്നമാവും. പെട്ടെന്ന് ഈ അമോണിയം കണ്ണിൻ്റെയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഈ കണ്ണിനൊക്കെ ഒത്തിരി എണ്ണത്തിന് ഇൻഫെക്ഷനൊക്കെ വരും. ഇവിടെ 1-2 എണ്ണത്തിന് അങ്ങനെ വന്ന് ഇനി അത് പച്ചമരുന്നുകൾ കൊണ്ടൊക്കെ തന്നെ അത് മാറ്റിയെടുക്കുക ചെയ്ത് എല്ലാവർക്കും കൂടെ വന്നാൽ നമുക്ക് ഒത്തിരി പാടാവും കേട്ടോ. ഇപ്പം തന്നെ ലിറ്റർ ഇട്ട് കൊടുത്തിട്ട് 2 വീക്സ് ആയതേ ഉള്ളൂ. കണ്ടോ, ഇത് കട്ടിയാവുന്ന കണ്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് അത് ലെയറായിട്ട് അത് റിമൂവ് ചെയ്തത്. അല്ലാതെ നമുക്ക് വേറെ സൊല്യൂഷൻ ഇല്ല. ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് നമ്മൾ ഇത്രയും പെട്ടെന്ന് ഫുള്ള് മാറ്റുകയെന്ന് പറഞ്ഞാൽ ഒന്നാമതേ മഴ, ഒത്തിരി പരിമിതികളുണ്ട് നമുക്ക്, നമ്മളെയും ഹെൽത്തൊക്കെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ മാക്സിമം ഇവരെ ഇതുപോലെ സൂക്ഷിക്കാൻ നമ്മളെ മുകളിലത്തെ ലെയറൊക്കെ അങ്ങ് മാറ്റി, എന്നിട്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡീപ്പ് ലിറ്റർ സിസ്റ്റം മാത്രം ഉപയോഗിക്കുക. പിന്നെ ഒത്തിരി പേര് പറയാറുണ്ട് ഇതുപോലെ വെള്ളം ഒന്നും വീണില്ലെങ്കിലും കൂടങ്ങ് നനഞ്ഞ് കുളിച്ച് കിടക്കുക എന്നുള്ളത്. അതായത് കോഴിക്കാഷ്ടത്തിൽ ജലാംശം കൂടുതൽ, വെള്ളം പോലെ കോഴി കാഷ്ടിക്കുവാണെങ്കിലും ഇതുപോലൊരു പ്രോബ്ലം ഉണ്ടാവും. അതിന് ഒരു സൊല്യൂഷനുണ്ട്. ഒരു പൗഡർ ഞാൻ പറഞ്ഞു തരാം. അത് നമ്മൾ വെള്ളത്തിൽ കലക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴികളുടെ കാഷ്ടം കട്ടിയാവും. അപ്പോൾ ഇങ്ങനെ ഈ കുഴാന്നാവത്തില്ല, നമ്മുടെ കൂടിൻ്റെ അത്രയും പ്രോബ്ലം ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം. പിന്നെ വെള്ളപ്പാത്രം എന്നും രാവിലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. വൈറ്റമിൻസ് ഒക്കെ കൊടുക്കണം. പിന്നെ മഞ്ഞളിൻ്റെ നമ്മൾ ശുദ്ധമായ മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത വെള്ളമൊക്കെ കൊടുക്കണം. ഡ്രൈ ഫുഡ് മാത്രം കൊടുക്കണം. ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ അത്രയും ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ നമ്മൾ ആ റുട്ടീൻ എന്ന് പറഞ്ഞാൽ 2 നേരമാണ് അവർക്ക് ഫുഡ് കൊടുക്കാറ്. രാവിലെ കൊടുക്കും, 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാവർക്കും ഫുഡ് കൊടുക്കും. ഇത്ര കോഴിക്ക് ഇത്രയും ഒരു കണക്കുണ്ടല്ലോ. ഒരു വലിയ കോഴിക്കാണെങ്കിൽ എന്താ പറഞ്ഞാൽ 110 ഗ്രാം ഒരു കോഴിക്ക് ഒരു
ഡേ ഫുള്ള് വേണ്ടത്. അപ്പോൾ കുഞ്ഞുങ്ങളാകുമ്പോൾ അത് കുറച്ച് മതി. അപ്പോൾ ആ ഒരു കാൽക്കുലേഷനിലാണ് ഞാൻ ഇവർക്കെല്ലാം തീറ്റ കൊടുക്കാറ്. ഇപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഒരു 2:30-3 മണി ആ സമയമാകുമ്പോഴത്തേനും അവർക്ക് ഫുഡ് കൊടുക്കും. അതോടെ ഞാൻ ക്ലോസ് ചെയ്യ പരിപാടി. പിന്നെ ഒരു പരിപാടി കൊടുക്കാറില്ല, വെള്ളം കൊടുത്ത് ഫുഡ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്നാ പറയുന്നത്, ഇതിനകത്ത് ഇലക്ട്രിസിറ്റി കണക്ഷനൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ലതാണ്. ഇത്രയും പരുവുള്ള കുഞ്ഞുങ്ങൾക്കായാലും ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒത്തിരി നല്ലത്. എനിക്കിപ്പോൾ ഇങ്ങോട്ട് പവർ സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് അതെനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെയായാലും ഒന്ന് എടുക്കണമെന്ന് ഇരിക്കുകയാണ്. കാരണം അങ്ങനെ ലൈറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കോഴികൾക്ക് തണുപ്പ് അങ്ങനെ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ ഒരു സമയമാകുമ്പോൾ എല്ലാവരുടെ കൂട്ടം കൂടി ഇത്രയും സ്ഥലം ഉണ്ടെങ്കിലും ഒരു സൈഡിൽ കുറച്ച് സ്പേസ് എല്ലാം കൂടെ കൂട്ടം കൂടി ഇരിക്കും ചൂടിന് വേണ്ടി. അപ്പോൾ അങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. പിന്നെ എപ്പോഴും ഇവരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം കേട്ടോ. ആക്കയിൽ ഇങ്ങനെ തൂങ്ങിയിരിപ്പോ പനിക്കോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, കണ്ണിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത്, ഫുഡ് നന്നായിട്ട് എടുക്കുക. ചിലർ ഫുഡ് എടുക്കുമ്പോൾ മാറിയിരിക്കാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ, അങ്ങനെ നന്നായിട്ടൊരു നല്ല ക്ലോസ് ഒബ്സർവേഷൻ നമുക്ക് വേണം. കാരണം ഒരൊറ്റ ഓണത്തിന് അസുഖം വന്ന് അത് സിവിയർ ആയാൽ ബാക്കി എല്ലാത്തിനും അത് സ്പ്രെഡ് ചെയ്യും. അപ്പം നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ വലിയ കോഴികൾ എടുക്കുന്ന കൂടാണ്. അവിടെ കാണാമല്ലോ കമ്പും എന്നെ കൊണ്ട് വെച്ചേക്കുന്നത്. അത് വേറൊന്നുമല്ല, അവർക്ക് വലിയ കോഴികളാകുമ്പോൾ അവർ പറന്ന് മുകളിൽ കയറിയിരിക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ കൂടുതൽ തറയിൽ നനവുണ്ടെങ്കിലും രാത്രിയിൽ അവർ ഇതിൻ്റെയൊക്കെ മുകളിൽ കയറി നല്ല സേഫായിട്ടിരുന്നോളൂ. പകൽ ടൈം ആയാലും നോക്കിയിരിക്കുന്നില്ല എല്ലാവരും. അവർ വന്ന് മുട്ടയിടാനൊക്കെ സൗകര്യമൊക്കെ വേറെ ഉണ്ട്. മുട്ട ഇട്ടിട്ട് അതിനകത്ത് കയറിയിരുന്നോളും. അവരെയും വിടുന്നില്ല കേട്ടോ. അവരായാലും ഒരു ചെറിയ മഴ വന്നാൽ എല്ലാം കൂടെ ഓടിക്കയറി അകത്ത് കയറിയിരിക്കും. അത് നനയ്ക്കണ്ടെന്ന് കരുതി അവർക്കും കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ കൊടുത്ത് അവർ ഇതിനകത്ത് ഇട്ടേക്കുവാ ഫുൾ ടൈം. ഞാൻ കോഴികൾക്ക് കൊടുക്കുന്ന സപ്ലിമെൻറ്റ്സ് ഒന്ന് ഗ്രോവിപ്ലക്സ് ആണ്, ഒന്ന് ഐറിസിൻ്റെ മണി ലിക്വിഡ് ഫീഡ് സപ്ലിമെൻറ്റ്. ഇത് രണ്ടുമാണ് കൊടുക്കാറ് കേട്ടോ. ആഴ്ച 2 ദിവസം മണി ഇത് കൊടുക്കും. മറ്റ് എല്ലാ ദിവസം എല്ലാം ഗ്രോവിപ്ലക്സ് കൊടുക്കുന്നത്. നമ്മൾ വാങ്ങുമ്പം ഇച്ചിരി നല്ല ക്വാണ്ടിറ്റി ഉള്ളവർക്കാണെങ്കിൽ വലിയ കന്നാസ് 5 ലിറ്ററിൻ്റെ ഒക്കെ വാങ്ങുന്നതാണ് നമുക്ക് ലാഭം. ആശ്രയ പോലത്തെ മെഡിക്കൽ ഷോപ്പുകളിലാണെങ്കിൽ 15% ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കത് ലാഭമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ കോഴികൾക്ക് വിരശല്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്ന ആൽബമാറാണ് കേട്ടോ. ഇതിൻ്റെ ഡോസേജ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. പോൾട്രിക്ക് പറഞ്ഞേക്കുന്നത് 30 to 45 ml for 100 birds. അപ്പം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് വേണം, കോഴികളുടെ എണ്ണം അനുസരിച്ചിട്ട് വേണം നമ്മളത് വെള്ളത്തിൽ കലക്കി കൊടുക്കാൻ വേണ്ടി. അപ്പം മഴ ഇല്ലാത്ത ദിവസം രാവിലെ വേറെ തീറ്റി വെള്ളമൊന്നും ഇല്ലാതെ കുറച്ച് നേരം കൊടുക്കാതിരുന്നിട്ട് നമ്മൾ ഈ മരുന്ന് വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആൽബമാർ നമ്മൾ ശ്രദ്ധിക്കണം. കോഴിക്കാഷ്ടത്തിൽ വലിയ നീളമുള്ള വിരകളൊക്കെ കാണാൻ പറ്റും ചിലപ്പോൾ. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയ ബ്ലഡ് സ്റ്റെയിനും വിര കൂടിയാൽ അങ്ങനെ പ്രോബ്ലം ഉണ്ടാവും. കോഴി എന്നാ പറയുന്നത്, എത്ര ഫുഡ് കഴിച്ചാലും അതിന് വെയിറ്റ് വെക്കത്തില്ല, ക്ഷീണിച്ചിരിക്കും, എപ്പോഴും തൂങ്ങിയും വന്നിരിക്കും. അതൊക്കെ വിരശല്യം കൊണ്ടും ഉണ്ടാവും. അപ്പോൾ അത് കോഴിക്കാഷ്ടമൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കണം. ഇങ്ങനെ വിരകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൽബമാർ നമുക്ക് കൊടുക്കാം. പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കണ്ണിന് അസുഖം വരുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ കോഴിക്കാഷ്ടത്തിലൊക്കെ അമോണിയം കണ്ടന്റ് കൂടുതലാണെങ്കിൽ കണ്ണിനൊക്കെ ഇൻഫെക്ഷൻ വരാറുണ്ട്. കണ്ണൊക്കെ പഴുത്ത് തുറക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആയുർവേദം നോക്കാതെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലും പറ്റിയെന്നുണ്ടെങ്കിൽ ബോറിക് ആസിഡ് കിട്ടും. അതിന് തുച്ഛമായ പൈസയേ ഉള്ളൂ. ഇത് ഇച്ചിരി വെളിച്ചെണ്ണയിലൊക്കെ ചാലിച്ചിട്ട് ആ കണ്ണിൻ്റെ ആ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ കുരുപ്പൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് അത് പൂർണ്ണമായിട്ട് മാറി കിട്ടും കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഫീഡപ്പ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നു, കോഴിക്കാഷ്ടം ലൂസായൊക്കെ പോവുകയാണെങ്കിൽ, അതായത് വെള്ളം കൂടുതലായിട്ട് കോഴിക്കാഷ്ടത്തിൽ കണ്ടുവരുവാണത് കട്ടിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫീഡപ്പ് സപ്ലിമെൻറ്റ് നമുക്ക് കൊടുക്കാം കോഴിക്ക്. അപ്പോൾ അത് കൊണ്ട് ഓക്കെ കിട്ടും. അതിന് വേണ്ട ഡോസേജും കാര്യങ്ങളൊക്കെ ഓരോന്നിനും പൗൾട്രിക്കായും കാറ്റിലായാലും പെറ്റ്സ് ഫിഷിന് ഉള്ള കറക്റ്റ് ഡോസേജൊക്കെ അതിൻ്റെ കവർ തന്നെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളത്തിൽ കലക്കി ഈ പൗഡർ ആദ്യം കുറച്ച് വെള്ളത്തിൽ കപ്പിലെടുത്തിട്ട് നന്നായിട്ട് അത് ലയിപ്പിച്ചിട്ട് വേണം നമ്മൾ വലിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. ഇച്ചിരി പാടാണ് കേട്ടോ, പെട്ടെന്ന് അങ്ങോട്ട് സോൾവ് ആവത്തില്ല. അപ്പോൾ അങ്ങനെ വേണം അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അതിൻ്റെ പേര് ഫീഡപ്പ് എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രോബ്ലം ഉള്ളവർ ഈ ഫീഡപ്പ് വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ കാലിൽ ഒക്കെ ബലക്ഷയമൊക്കെ വരാറുണ്ട് കോഴികൾക്കും താറാവിനും ഒക്കെ. ഒത്തിരി പേര് വീഡിയോ വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ന്യൂറോബിയോൺ ഫോർട്ട് ടാബ്ലറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. വലിയ കോഴിയാണെങ്കിൽ ഹാഫ് കൊടുക്കാം, ചെറുതാണെങ്കിൽ അതനുസരിച്ചിട്ട് അതിൻ്റെ 4-1 വെച്ച് നമ്മൾ കൊടുത്തുവാണെങ്കിൽ അതിൻ്റെ ആ ബലക്ഷയമൊക്കെ മാറി കോഴി ഓക്കെ ആവും കേട്ടോ. ചിലർ വെള്ളത്തിൽ അതിൽ കലക്കി ഇപ്പോൾ ഒരു 5 ടാബ്ലറ്റ് ഒരു ചെറിയ കുപ്പിയിൽ, അതായത് 100 ml ഒരു കുപ്പിയിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കാം. അതല്ല ടാബ്ലറ്റായിട്ട് കൊടുക്കാമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. നല്ലതാണ് കേട്ടോ ന്യൂറോബിയോൺ ഫോർട്ട്.
പിന്നെ ഇതൊരു ആൻറ്റിബയോട്ടിക്കാണ്, എൻട്രോ എന്നാണ് അതിൻ്റെ പേര്. ഇത് വലിയ കോഴികൾക്കൊക്കെ ഇച്ചിരി കട്ടി കൂടിയ ആൻറ്റിബയോട്ടിക്കാണ്, കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കാൻ പാടില്ല. നമ്മളൊരു ഫാമും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്രയും സംഭവമെങ്കിലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവണം. കാരണം എപ്പോഴാണ് എൻ്റെ പ്രശ്നം ഉണ്ടാവുക എന്നറിയത്തില്ല. അപ്പോൾ ഒരു സ്റ്റോക്ക് ഉണ്ടാവണം. ഇപ്പോൾ ഡേറ്റ് ക്ലിയറായി വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. 2 വർഷമൊക്കെ 2-3 വർഷമൊക്കെ എക്സ്പയർ ഒക്കെ ഡേറ്റ് ഉള്ള സാധനമാണെങ്കിൽ കൈ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ല. പ്രശ്നം വരുവാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. ഇതുപോലെ കോഴികൾക്ക് തൂങ്ങി നിൽക്കുകയും കണ്ട ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുകയൊക്കെ ആണെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് എൻട്രോഫ്ലോക്സാസിൻ. എൻട്രോ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇതൊന്ന് വാങ്ങിക്കുന്നത് നല്ലതാണ്. കൊച്ചു കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇതിൽ കട്ടി കുറഞ്ഞ ആൻറ്റിബയോട്ടിക് ആയിരിക്കും നല്ലത്. ഇത് വലിയ കോഴികൾക്കാണ് കൂടുതലും പ്രിഫർ ചെയ്യാറ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ഈ കൂട്ടിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, ഇപ്പം നല്ല മഴയുള്ള സമയമായതുകൊണ്ട് നമ്മൾ കൂട്ടിലൊന്ന് നശീകരണം നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ ആഴ്ച ഒരിക്കലെങ്കിലും ഇച്ചിരി കുമ്മായൊക്കെ ഒന്ന് വിതറി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിപ്പോൾ കോഴി കഴിച്ചൊന്നും വെച്ചും കുഴപ്പമൊന്നുമില്ല. ഇത് കാൽഷ്യം അടങ്ങിയിരിക്കുന്ന സംഭവമാണ് കുമ്മായത്തിൽ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ആഴ്ച ഒരിക്കൽ ഇച്ചിരി കുമ്മായൊക്കെ വിതറി കൊടുക്കണം. അപ്പം നമ്മുടെ ഈ മഴ ടൈമിൽ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിക്കുക. എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് ഒക്കെയാണ് കേട്ടോ ഞാൻ പാസ് ചെയ്തത്. അപ്പോൾ കൂടുതലായിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്കൂടെ കമൻസ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.